ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ന്യൂ ഇൻകം ടാക്സ് അപ്ഡേറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ന്യൂ ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തു November 1. ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നിലവിൽ 26 ഇയേഴ്സ് പ്രകാരമാണ് TDS ഡീറ്റെയിൽസ് അറിയുന്നത്. അപ്പോൾ 26 ഇയേഴ്സിന് പകരമായാണ് ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. നിലവിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളവരെല്ലാം ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻറ്റായി ഇൻകം കമ്പയർ ചെയ്ത് നോക്കണം. AISൽ കൊടുത്തിട്ടുള്ള ഇൻകം തന്നെയാണ് ഇൻകം ടാക്സ് റിട്ടേണിലും സബ്മിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഇപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും എൻ്റെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്, യൂസർ ഗൈഡൻസും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം ജോയിൻ ചെയ്യുക, എന്നിട്ട് എൻ്റെ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യുക. Income Tax Department has rolled out the new annual information statement on the complaints portal, which provides a comprehensive view of information to a taxpayer with a facility to capture online feedback. The display of Form 26A on the Traces portal will also continue in parallel till the new AIS is validated and completely operational. അപ്പോൾ ഈ AIS കംപ്ലീറ്റ്ലി ഓപ്പറേഷണൽ ആയിരിക്കുമ്പോൾ 26 ഇയേഴ്സ് മാറും. 26 ഇയേഴ്സിന് പകരം വന്നിരിക്കുന്ന ഒരു ഫോമാണ് ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആണ്. ഇൻകത്തിനെ കുറിച്ച് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ ന്യൂ AIS ഇൻക്ലൂഡ് അഡീഷണൽ ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻസ്, മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻസ്, ഫോറിൻ റെമിറ്റൻസ് ഇൻഫോർമേഷൻ. അപ്പോൾ നമുക്കിത് നേരത്തെ 26 ഇയേഴ്സിൽ TDS ഡിഡക്റ്റ് ചെയ്ത ഡീറ്റെയിൽസ് മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും, ഡിവിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻസ് കിട്ടും, ഷെയർ മാർക്കറ്റ് ഡീറ്റെയിൽസ് കിട്ടും, മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻസ് കിട്ടും, പിന്നെ ഫോറിൻ റെമിറ്റൻസ് ഇൻഫോർമേഷൻ, ഫോറിനിലേക്ക് നമ്മൾ ക്യാഷ് റെമിറ്റ് ചെയ്യുന്നതിൻ്റെ ഇൻഫോർമേഷൻ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. പിന്നെ ഇഫ് ദ ടാക്സ് പെയർ ഫീൽസ് ദാറ്റ് ദ ഇൻഫോർമേഷൻ ഈസ് ഇൻകറക്റ്റ്, a facility has been provided to submit online feedback. ഇത് നല്ലൊരു ഇതാണ്. നമുക്ക് ഓൺലൈൻ ഫീഡ്ബാക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നേരത്തെ 26 ഇയേഴ്സിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ AISൽ വന്നിരിക്കുന്ന ഇൻകം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഓൺലൈൻ ഫീഡ്ബാക്ക് കൊടുക്കാം. അത് വളരെ മികച്ചൊരു നല്ലൊരു ചേഞ്ച് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ AISൻ്റെ ഒപ്പം തന്നെ TIS, ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറി, ഇപ്പോൾ ടാക്സ് പെയർ ഇൻഫോർമേഷൻ സമ്മറിയും കൂടി ഉണ്ട്. അപ്പോൾ ഈ ടാക്സ് പെയർ ഇൻഫോർമേഷൻ സമ്മറി പ്രകാരമാണ് ഇനി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്ത് ഈ TIS ഇൻഫോർമേഷൻ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനകത്തുള്ള ഇൻകം തന്നെ ആയിരിക്കണം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണിലും ഡിക്ലെയർ ചെയ്യേണ്ടത്. അതിനേക്കാളും കുറയാൻ പാടില്ല. കൂടിയാൽ കുഴപ്പമില്ല, ഇതിനേക്കാളും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടീസ് വരാൻ ചാൻസ് കൂടുതലാണ്. The taxpayer should remember that AIS include information presently available with the Income Tax Department. There may be other transactions relating to the taxpayer which are not presently displayed in AIS. The taxpayer should check all the related information and report complete and accurate information in the Income Tax return. ഇപ്പോൾ നമ്മുടെ ഒരു പർട്ടിക്കുലർ ഇൻകം AISൽ വന്നിട്ടില്ലെങ്കിൽ അത് ഇൻകം ടാക്സിൽ ഡിക്ലെയർ ചെയ്യാതിരിക്കരുത്, അത് ഡിക്ലെയർ ചെയ്യണം. പിന്നെ ടാക്സ് പെയർ ആർ റിക്വസ്റ്റഡ് ടു വ്യൂ ദ ഇൻഫോർമേഷൻ ഷോൺ ഇൻ AIS ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഇഫ് ദ ഇൻഫോർമേഷൻ നീഡ് മോഡിഫിക്കേഷൻ. ദ വാല്യൂ ഷോൺ ഇൻ ടാക്സ് പെയർ ഇൻഫോർമേഷൻ സമ്മറി മേ ബി കൺസിഡർഡ് വൈൽ ഫയലിംഗ് ദ ITR. In case the ITR has already been filed and some information has not been included in the ITR, the return may be revised to reflect the correct information. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേണിൽ സബ്മിറ്റ് ചെയ്ത ഇൻകവും ഈ TISൽ വന്നിരിക്കുന്ന ഇൻകവും തമ്മിൽ മാച്ച് ആയിരിക്കണം. കുറയാൻ പാടില്ല. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളവർ ഇത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നിലവിൽ കുറവാണെങ്കിൽ അത് ഇൻകം ടാക്സ് റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ TISും AIS ഇൻഫോർമേഷൻ ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സൈറ്റിൽ എങ്ങനെയാണ് ഈ ഡീറ്റെയിൽസ് എടുക്കുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഇതറിയാൻ കഴിയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ പോവുക, www.incometax.gov.in. അതാണ് ഇൻകം ടാക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അവിടെ നമുക്ക് ഈ ലോഗിൻ കാണാൻ പറ്റും. ഓൾറെഡി ലോഗിൻ ID ഉള്ളവർ ലോഗിൻ കൊടുക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർ രജിസ്റ്റർ കൊടുക്കുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓൺലൈൻ യൂസർ ID കൊടുക്കുക, അത് കഴിഞ്ഞ് പാസ്വേഡ് കൊടുക്കുക, അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്യുക.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡ് കിട്ടും. ഡാഷ്ബോർഡിൽ സർവീസസ് ടാബിൻ്റെ കീഴിൽ ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് കിട്ടും. ഇവിടെ ടാക്സ് പെയർ ഇൻഫോർമേഷൻ സമ്മറിയും ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ടാക്സ് പെയർ ഇൻഫോർമേഷൻ സമ്മറിയിലാണ് ഇൻകം ടാക്സ് റിട്ടേൺ ആയിട്ട് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നിലവിൽ ഇൻകം ഡീറ്റെയിൽസ് ഇതായിട്ട് മാച്ച് ആണോ എന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിലാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ലഭിക്കുന്നത്. ഡിവിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുന്നത് ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വഴിയാണ്. ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് കാണാം. പാർട്ട് എ ജനറൽ ഇൻഫോർമേഷനും പാർട്ട് ബി. പാർട്ട് എയിൽ നമ്മുടെ ഡീറ്റെയിൽസും ആധാർ നമ്പർ എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പാർട്ട് ബിയിലാണ് TDS ഡിറ്റക്ട് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റുന്നത്. ഈ AAS ഇൻഫോർമേഷനിൽ നിന്നാണ് TISലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മിക്സ് മാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് AASൽ തന്നെ ഫീഡ്ബാക്ക് കൊടുക്കാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് TISൽ അപ്ഡേറ്റ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഇൻഫോർമേഷൻ മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് AISനകത്ത് ഇവിടെ ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ഓപ്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കുക. കാരണം ഇപ്പോൾ ഇൻകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലാണെങ്കിൽ നമുക്ക് ഇൻകം അത്രയില്ല കുറവാണെന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അത് ഓൺലൈൻ പ്രോസസ്സ് തന്നെ നമുക്ക് അതിൻ്റെ റിട്ടേൺ ഇൻഫോർമേഷൻ വരും. ഇനി ഏതൊക്കെ ഡീറ്റെയിൽസാണ് AISൽ വരുന്നത് നമുക്ക് നോക്കാം. നിലവിൽ 26 AISൽ വരുന്ന എല്ലാ ഡീറ്റെയിൽസും AISലും വരും. അത് സാലറി, റെൻറ്റ് റിസീവ്ഡ്, ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ് ഫ്രം സേവിങ് ബാങ്ക്, ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ്. ഈ ഇൻട്രസ്റ്റ് നേരത്തെ TDS ഡിഡക്ട് ചെയ്ത് ഇൻട്രസ്റ്റ് മാത്രമേ വരുമായിരുന്നുള്ളൂ. ഇനി മുതൽ TDS ഡിഡക്ട് ചെയ്യാത്ത എല്ലാ ഇൻട്രസ്റ്റും ഇനി മുതൽ വരും. ഇൻട്രസ്റ്റ് ഫ്രം ഇൻകം ടാക്സ് റീഫണ്ട്, റെൻറ്റ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി, വിന്നിംഗ് ഫ്രം ലോട്ടറി, വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസ്, പിന്നെ റെസിപ്റ്റ് ഓഫ് അക്യുമുലേറ്റഡ് PF ഫ്രം ദ എംപ്ലോയർ, പിന്നെ ഈ ഇൻട്രസ്റ്റ് ഇൻകം ഡീറ്റെയിൽസ്, ക്യാപിറ്റൽ ഗെയിൻ്റെ ഡീറ്റെയിൽസ്, റെസീപ്റ്റ് ഫ്രം ഇൻഷുറൻസ് പോളിസി, ഇൻഷുറൻസ് കമ്മീഷൻ, പിന്നെ വിഡ്രോവൽ ഓഫ് ഡെപ്പോസിറ്റ് അണ്ടർ നാഷണൽ സേവിങ്സ് സ്കീം, റെസിപ്റ്റ് ഓഫ് കമ്മീഷൻ ഓൺ സെയിൽ ഓഫ് ലോട്ടറി ടിക്കറ്റ്സ്, പിന്നെ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, സെയിൽ ഓഫ് വെഹിക്കിൾ, റെസീപ്റ്റ് ഓഫ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, ഓഫ് മാർക്കറ്റ് ഡെബിറ്റ് ട്രാൻസാക്ഷൻസ്, ബിസിനസ് റെസീപ്റ്റ്സ്, ബിസിനസ് എക്സ്പെൻസസ്, റെൻറ്റ് പേയ്മെൻറ്റ്സ്, ക്യാഷ് ഡെപ്പോസിറ്റ്, ക്യാഷ് വിഡ്രോവൽസ്, ക്യാഷ് പേയ്മെൻറ്റ്സ്, ഔട്ട്വേർഡ് ഫോറിൻ റെമിറ്റൻസ് ഓർ പർച്ചേസ് ഓഫ് ഫോറിൻ കറൻസി, receipt of remittance, foreign travel, purchase of immovable property, purchase of vehicle, purchase of time deposit, purchase of securities and unit of mutual funds, credit card and debit card transactions, balance in account, income distributed by business trust, income distributed by investment fund. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇനി മുതൽ AISന്ന് അറിയാൻ കഴിയും. ഇത് കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടത് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം റീഡ് ചെയ്യണമെന്നവർ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.